അപ്പോൾ ഇന്ന് നമ്മൾ IAST ഫുള്ളായിട്ട് ചുറ്റാൻ പോവാണ്. അപ്പോൾ ക്യാമ്പസിൽ വന്ന എല്ലാവരുമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ IAST ചുറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ കാർത്തികേയൻ മാറി കളിക്കുകയാണ് ഗൈസ്. ഇവിടെ കാടിൽ ഇതൊരു കാട് ഏരിയയാണ്. ഇവിടെ പന്നി ഉണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ പ്രൊഫസർ പറഞ്ഞത്. പന്നി ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് കാണാൻ നോക്കാം. നിങ്ങൾ വീഡിയോ എന്താ ജിയോയുടെ ഫാമിലി മീറ്റ് വേണമെന്നാണ് ഇവിടെ ഫർഹാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ജിയോ, അയാന്റെ ഫാമിലി എന്നും പറയുന്നുണ്ട്. കുട്ടികളൊക്കെ പല പല അഭിപ്രായങ്ങൾ നമ്മളോട് പറയുകയാണ്. അതായത് എന്റെ ഫ്രണ്ട്സ് തന്നെ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ടേക്ക് ഓഫ് ചെയ്യുന്നത്. വാവ്, ഭയങ്കര ഒരു ഇറക്കം നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു ഇറക്കം രാത്രി സമയത്താണ് ചുറ്റുന്നത്. രാത്രി ആയിരുന്നാലും IAST കാണാനായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാട്ടിലാണ് പന്നി ഉണ്ടെന്ന് പറഞ്ഞത് പ്രൊഫസർ പറഞ്ഞാണ്. നമ്മുടെ ചാനലിൽ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയും ഇങ്ങോട്ടേക്ക് എത്തിയ വേ, അതായത് ഒരു യാത്രാ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടോട്ടേക്ക് വന്ന യാത്രാ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ ചെറിയ ഫോട്ടോസും കൊടുത്തിട്ടാണ്. എന്നാൽ ഇത് ഫുൾ IAST ചുറ്റിയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന IAST ഫുൾ ചുറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫുൾ ചുറ്റി കാണുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് കാര്യങ്ങളെ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണണം. ഇതൊക്കെയാണെന്ന് അറിയില്ല, മുഴുവൻ കാണണം. നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് ഗേറ്റും ബ്യൂട്ടീസൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ വീഡിയോസൊക്കെ IAST പറ്റി തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പറ്റാത്തവർ കാണുക, അല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യൂ പ്ലീസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാത്രിയാണെങ്കിലും കാണാൻ ഭംഗിയുണ്ട്. എന്തായാത്താണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ വിട്ടു പോവാണ്. ഇവിടെ ഹയാൻ ഹെൽമെറ്റ് വെച്ച് കൊടുക്കാണ്. ഫർഹാൻ ഹയാന് വേണ്ടി ഒരു ഹെൽമെറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് തന്നെ വെച്ചില്ലടാ. ഇതാണ് ഗൈസ് ഫർഹാന്റെ ഹൈടെക് ഹെൽമെറ്റ്. പാവപ്പെട്ട ഒക്ടഗനെ പൊളിച്ചു അല്ല, ഒക്ടഗനല്ല, ടെട്രാഹെഡ്രോനെ പിടിച്ച് പൊളിച്ചു വാരിയിട്ടാണ്. ഡൊഡക്ക ഹെഡ്രോനെ പിടിച്ച് പൊളിച്ചു വാരിയിട്ട് ഹെൽമെറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹയാൻ. ഡൊഡക്ക ഹെഡ്രോൺ എന്താണെന്ന് അറിയാത്തവരെല്ലാവരും കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയേക്കാം. ഡോഡക്ക ഹെഡ്രോൺ എന്താണെന്ന് അറിയണം താല്പര്യമുള്ളത്, ഇതുമായിട്ട് അറിയാത്തവരുമായിട്ടുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരു JCBയുടെ മെഹാ എൻട്രി. ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ചുറ്റി ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവിടെ ക്യാമ്പിന് വന്നപ്പോൾ 6 ദിവസങ്ങളായി കേട്ടോ. ഞങ്ങളുടെ ക്യാമ്പിന് വന്ന് 6 ദിവസമായിട്ടുണ്ട്. ഇവിടെ ആരൊക്കെയോ നിൽക്കുന്നു ഗൈസ്. നമ്മുടെ യൂട്യൂബിന് പോസ്റ്റ് തരാനായിട്ട് വന്നിട്ടാണ്. അറിഞ്ഞത് മുഹമ്മത്താണ്, ഇത്ര നേരം പോസ്റ്റ് ചെയ്യുന്നത് പോലെടാ. എടാ ചാനൽ ഇടാനെടാ, കരയിലിടാ. നമ്മളിവിടെ വന്ന് 6 ദിവസമായി. അതിന് ശേഷം ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കഫേ ഉണ്ട്. ഇവിടെ ഒരു ഗെയിം കളിച്ച് കളിക്കാം.
അപ്പം നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റി ഗൈസ്. നമ്മളിപ്പോൾ റിട്ടേൺ അടിക്കാനത് ഇതുവഴിയാണ് നമ്മൾ വന്നത്. താഴോട്ട് പോക്കാം. നൈറ്റിൽ ഈ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ സനീഷ് കുട്ടൻ. ഹലോ. നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറൊന്നും അല്ല, ഞാൻ സബ്സ്ക്രൈബർ ആക്കുവാനേ മിക്കവാറും. ഇതാണ് നമ്മുടെ സനീഷ് കുട്ടൻ. എല്ലാവർക്കും ഇപ്പോൾ മുഖം കാണാമല്ലോ. ഇവിടെ പോസ്റ്റൽ വെട്ടത്തിലാണ് അവനെ കാണുന്നത്. ഓക്കെ. യൂട്യൂബ് ചാനൽ. ഓക്കെ ഓക്കെ. Wow guys, ഇവിടെ ഒരു ഗ്രാസ് ഹോപ്പർ മോഡൽ. നമ്മളോട് ഇന്റർവ്യൂ എടുക്കുകയാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ 2023 തുടങ്ങിയത്. ആദ്യത്തെ വീഡിയോ ഇട്ടത് 2025 കഴിയും. ചാനൽ അക്കൗണ്ട് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇത്തിരി ആക്റ്റീവ് ആയത് 25 ഈ യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. ചാനൽ തുടങ്ങിയിട്ട് കണ്ണിയാണ് ക്ലിക്ക് ചെയ്യാൻ. ഏതൊക്കെയോ റൂട്ട് നമ്മൾ കറക്കുകയാണ്. നമ്മൾ നോർമലി ആ റൂട്ടൊക്കെ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇത് ഏതോ റൂട്ടിലൂടെ കറക്റ്റാണ്. ഓ ഈ ക്യാമ്പസ് ഫുള്ള് ടോട്ടൽ 60 ഏക്കറുണ്ട്. 60 ഏക്കർ നമ്മൾ ചുറ്റി കാണണ്ടേ. അതായത് 600 സെൻറ്റ്, 100 സെൻറ്റാണ് ഒരു ഏക്കർ. അങ്ങനെ 60 ഏക്കറുണ്ട്. 60 ഏക്കർ നമ്മൾ കാണാൻ പോകും. 60 ഏക്കർ ഇന്ന് രാത്രി കൊണ്ട് ചുറ്റി കാണാം. ഈ ഒരു ഒറ്റ വീടിൽ 60 ഏക്കർ നിങ്ങൾ IIT-യിലൊക്കെ വരാൻ പറ്റുന്ന നിങ്ങളുടെ പറ്റിയ ഭാഗ്യം. എനിക്ക് തന്നെ ഈ പ്രായത്തിൽ ചോദിച്ചായിരുന്നു. ഈ പ്രായത്തിൽ തന്നെ IIT കാണാൻ എനിക്കൊരു പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് പേർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. IIT സ്ഥാപനം ഇത് ഹൈടെക് ആയിട്ടുള്ള പഠനത്തിന് മീൻസ് 2 പ്രാവശ്യം ഇത് അഡ്വാൻസ് എഴുതിയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊക്കെ കാണാൻ വേറെ അവസരമൊന്നുമില്ല. എൻ്റെ വീഡിയോ കണ്ട് കാണുക. ഏതോ കാട് കഴിച്ചു. എന്തോന്ന് ഉദ്യാനം, വെറും കാട്. ഇതാ ഇവിടെ ഒരു ബിൽഡിങ് കാട്. ഞാൻ കാട്ടുവാസികളുടെ നാട്ടിൽ ബിൽഡിങ്. റോഡൊക്കെ കറക്റ്റ് സിറ്റി റോഡോട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ച്. ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് റോഡുണ്ട്. അതിൻ്റെ ചാനൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ റോഡിൻ്റെ ഒരു ബ്ലോഗ്, അതായത് സോങ്ങൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കാണുക. ഇത് സൈഡ് റോഡാണ്. ഒരു സിംഗിൾ പാത്താണ്. ഹൈവേ ഡിസൈൻ ചെയ്ത ഒരു റോഡുണ്ട് എൻട്രൻസിൽ. കറക്റ്റ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഏരിയ അതുപോലെ ഇരിക്കും. കറക്റ്റ് സിറ്റി റോഡ്. യൂട്ടേണും ഫെസിലിറ്റീസ്, ട്രാഫിക് ലൈറ്റ്സ് അങ്ങനെയൊക്കെ. ആ റോഡിൻ്റെ വീഡിയോ ഇവർ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ഇരുട്ടാ. അതിനടുത്ത് ഭംഗി അത്ര കിട്ടത്തില്ല. എന്നാൽ വീഡിയോ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മതി. അല്ലെങ്കിൽ മനസ്സിലാവുന്നതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും ഇതിൽ കൊടുത്തേക്കാം. അത് നിങ്ങളടുത്ത് കാണുക. ഇതുവരെ നമ്മൾ വന്ന നേരത്തെ നമ്മൾ തിരിച്ച് ആ റൂട്ടിൽ തന്നെ എത്തി ഇങ്ങോട്ടേക്ക് കറങ്ങുകയാണ്. രാവിലെ അതായത് നമ്മുടെ സൂര്യൻ നിൽക്കുന്ന സമയം ഡേ ടൈം കാണാനായിരുന്നു ഭംഗി. അപ്പോൾ ഈ
ഇവിടുത്തെ സ്റ്റുഡൻസാണ് ഓടിക്കുന്നത്. ഈ വെഹിക്കിളൊക്കെ ഇതെല്ലാം പ്രൈവറ്റ് ഏരിയ ആണ്. മൊത്തം ആർമി ചെക്കിംഗ് ഇല്ലാതെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതിനും 3-4 മാസം വരെ പെർമിഷൻ വേണ്ടി അപ്ലൈ ചെയ്താലേ ഒരു ദിവസം പെർമിഷൻ കിട്ടത്തുള്ളൂ. അത്രയും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള EST എന്നാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ EST ഇതൊരു മല വെച്ചിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് UMS ക്യാമ്പിൽ ക്ലാസ്സാണ് മെയിൻ. അപ്പോൾ സ്റ്റഡിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സ്റ്റഡിക്ക് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഈ റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഡേ ടൈം കാണാനാണ് നല്ല ഭംഗി. ഇപ്പോൾ ഈ രാത്രിയിൽ ഇത്ര ഭംഗിയില്ല. ഡേ ടൈം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു പകുതി സ്വർഗ്ഗം എത്തിയത് പോലെയാണ്. ഡേ ടൈമിൽ ഈ ഇവിടുത്തെ ബ്യൂട്ടി നിങ്ങൾ കാണണം. നിങ്ങൾക്ക് പകുതി സ്വർഗ്ഗം നിങ്ങളുടെ അടുത്തെത്തിയതോ അതൊരു ഫീലായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലെ ഏകദേശം സ്കൂളുകളിലെ സ്വർഗം ESTയുടെ വീഡിയോ ആണ് നമ്മളിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ സ്വർഗമായ IISTയുടെ വ്യൂസാണിത്. നൈറ്റ് വ്യൂസ്. ഇത് ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൻ്റെ വീടാണ് വെളിയിലുള്ള. ഇനി അങ്ങോട്ട് പോകും. രാവിലത്തെ വ്യൂ ആണ് ഞാൻ വീണ്ടും പറയാം. രാവിലത്തെ വ്യൂ സീന് ഇതൊക്കെ ഒന്നുമല്ല. രാവിലെ വ്യൂ കാണാം. രാവിലത്തെ വ്യൂ കാണാം. അതാ സീൻ. കണ്ടില്ലേ നമ്മുടെ സിറ്റിയിലൊക്കെ എങ്ങനെയാ വെച്ചിരിക്കുന്നത് അതുപോലെ ഉണ്ടല്ലോ. റോഡിൻ്റെ പേരൊക്കെ ഇടിച്ചിരിക്കുക. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻ ഗേറ്റ്, ലൈബ്രറി, കാറ്റേരിയ, കഫേറ്റേറിയ എന്നങ്ങനെയൊക്കെ റൂട്ട്. നേരെ പോയാൽ ലൈബ്രറി മെയിൻ ഗേറ്റാണ്. ഇങ്ങോട്ട് പോയാൽ കഫേറ്റേരിയ. അതങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ പല പല ഭാഗങ്ങളിൽ ബോർഡുകളുണ്ട്. സിറ്റി പോലെ ഈ റോഡേ കയറിയ ഹൈവേ ആണ്. അതിന് പിന്നെ ഹൈവേ പോലത്തെ റോഡാണ്. ഇവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ ഒരു ഹൈവേയിൽ എങ്ങനെയാണോ അത് നമുക്ക് റൂട്ട് കാണിക്കാനായിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെയും ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം നാഷണൽ ഹൈവേ. തിരുവനന്തപുരം എന്നല്ല, നമ്മുടെ കേരളം ഫുള്ളും NH66 റൗണ്ട് ചെയ്ത് കിടക്കുക. അല്ല തിരുവനന്തപുരം മാത്രമായിട്ടുള്ള NH66 തിരുവനന്തപുരം ഭാഗം ഫുള്ള് ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ മുഴുവൻ തിരുവനന്തപുരം മാത്രം മനസ്സിലായി കാണുമല്ലോ നമുക്ക്. ഇത്രയും ഇതിനകത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരം ഭാഗം NH66 ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം ഭാഗം അത്രയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ അത് അത്ര ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലെ ചെയ്തിട്ടാണ്. ഇതിനെക്കാട്ടും ഭംഗിയൊന്നുമില്ല. തിരുവനന്തപുരം സിറ്റിയെക്കാട്ടും ഭംഗിയാണ് പ്രകൃതിദത്തമായ സിറ്റി റോഡ്. എവിടെയും കണ്ടിട്ടുണ്ടോ പ്രകൃതിദത്തമായ സിറ്റി റോഡ്? ഇവിടെ നിന്ന് അടുത്ത റോഡ് സ്പ്ലിറ്റ് ആവുന്നു, അങ്ങോട്ടൊരു റോഡ് സ്പ്ലിറ്റ് ആവുന്നു, നടുവിലോ ഡിവൈഡർ ബ്ലോക്ക്. ഇതാ ഞാൻ പറഞ്ഞത് ഡിവൈഡർ ബ്ലോക്ക് കണ്ടില്ലേ? ഇതിൻ്റെ മെയിനിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇത് ഡിവൈഡർ ബ്ലോക്കാണ്. ഇവിടെ റോഡ്, ഇതെവിടെ റോഡ്. ഞാൻ പല നടുവിലുള്ള ഡിവൈഡർ ബ്ലോക്ക് കൂടെ നടക്കുക. ഇതെൻ്റെ സൈഡാണ്. ഇത് ഡിവൈഡർ ബ്ലോക്കില്ല, ചെടിയാണ്. കറുത്ത നമ്മുടെ കോവളം ഹൈവേ പോലെ ഇല്ലേ? NH66 കോവളം ഭാഗത്ത് എത്തിയതുപോലില്ലേ? നടുവിൽ മരങ്ങളും അപ്പുറത്തെ റോഡും. ഇനിയിപ്പോൾ സിംഗിൾ റോഡാക്കുന്നു. കാരണം ആ റോഡ് അങ്ങോട്ട് വളഞ്ഞു പോകാണ്. ജംഗ്ഷൻ പോലെ ഇതിങ്ങോട്ട് പോകുന്നു കംപ്ലീറ്റ് ആയി. എന്താ ഓടാ
ഇതൊരു കുളം, അതൊരു കുളമാണ് ക്യാമ്പസിനകത്തുള്ള. എല്ലാരും ഹായ് പറഞ്ഞേ. എടാ സോന എന്താടാ, എന്റെ ചാനലിന്റെ ഒരു ഹായ് പറയടാ. നിന്നെ നേരത്തെ കണ്ടു. ഞാൻ പറഞ്ഞ ഹൈവേ റോഡ് എത്തി. കേരള സർക്കാരിന്റെ വണ്ടിയാണ്, ഗവൺമെന്റ് ഓഫ് കേരള. കാണത്തില്ല. നെയിം ബോർഡിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക. നോർമൽ സിറ്റിയിലൊക്കെ ഇതിന് ലൈറ്റൊന്നുമില്ല. ഇവിടെ സ്ട്രേറ്റ് ഔട്ട് പോകുമ്പോൾ ലൈറ്റൊക്കെ വെച്ചിരിക്കുക. ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതല്ല, ഞാൻ ടോർച്ച് അടിച്ചതാണ്. ഇട്ടത്തിലാണ് ഫ്ലാഷ് ഓൺ ആക്കി. നടന്നു ഞാൻ പറഞ്ഞ ഹൈവേ റോഡിന് അടുത്ത് എത്താറായി. അതുകൊണ്ടാണ് കാണണം. പിന്നെ ഇതിലത്ര ഭംഗി കാണത്തില്ല. ഡേ ടൈമിൽ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാണണമെന്ന് പ്രതീക്ഷിച്ചതാണ് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്ലീസ് ഒന്ന് കാണുക. നമ്മൾ യാത്രയുടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റൊക്കെ ഒന്നും എനിക്ക് വരത്തില്ല. ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഷീമൂന്ന് കാര്യം ഭയങ്കര ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യില്ല.
എനിക്ക് ഷീമ ഒന്ന് കാര്യം ഭയങ്കര ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യും. ഇതാ എത്തി നമ്മൾ ഹൈവേ റോഡിലേക്ക്. ഇത് ഇവിടുത്തെ ബസ്സാണ്, KSRTC. നമ്മുടെ അടുത്ത KSRTCക്ക് പകരം ഇതിവിടെ ആർമി ബസ്സാണ്, ആർമിയുടെ ബസ്സാണ്. നമുക്കിപ്പോൾ കേരളത്തിലെ KSRTCക്ക് പകരം ഇവിടെ ആർമിൻ്റെ ഹൈവേ. ഇനി നമുക്കതിൽ കാണാനൊന്നുമില്ല, മുഴുവൻ നമുക്ക് ക്യാമ്പസും ചുറ്റിക്കഴിഞ്ഞു. 60 ഏക്കറാ ഇപ്പം ചുറ്റി, ഒരു ഇത്രയും കുറച്ച് സമയത്തിൽ ചുറ്റി വന്നിരിക്കുന്നത്. 60 ഏക്കറുകൾ. അല്ലേ നിങ്ങളിവിടെ വന്നപ്പോൾ അതോ 2 റോഡാ, ഇനി കള്ളം പറഞ്ഞത്. നടുവിൽ ഡിവൈഡർ ബ്ലോക്കൊക്കെ ചെടിയും, ആ സൈഡ് ഈ സൈഡ് മരങ്ങളാണ്. നല്ല വ്യൂ ആണ്. അങ്ങ് വരെ ഇങ്ങനെയാണ് ഹൈവേ റോഡ് പോലെ. ഇതേ ഇവിടെ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങന്നാണ് വന്നത്, ഇതേവരെ വരുന്നതാണ്. ഇങ്ങോട്ടും റോഡ് ഇതേ നടുവിൽ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ നടുവിലിരിക്കുന്ന പോലെ. പകരം ഇവിടെ ഗാർഡനാണ്, അവിടെയൊക്കെ പ്രതിമകൾ വെച്ചിരിക്കും. ഇവിടെ ഗാർഡൻ. ഇവിടുത്തെ മാപ്പ്, ഇവിടുത്തെ ഗൂഗിൾ മാപ്പ്. ഈ IISTയിലെ ഗൂഗിൾ മാപ്പാണിത്. KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അടുത്ത് തിരിച്ചു പോവാണ് സംഭവം. ഇത് കറങ്ങുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ മെസ് ഹാൾ. ഇവിടെ ഫുഡ് കഴിക്കും. ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, നേരത്തെ കാണിച്ചില്ലേ കഫേ. അപ്പോൾ അവിടേക്ക് പോകുന്നവർക്ക് പോകാനായിട്ടാണ് ആ ബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ ഒരു ബിൽഡിംഗ് ആകുന്നില്ല, അത് ആർമി ചെക്ക് ഷെഡാണ്. അങ്ങോട്ട് അവർ വിടത്തില്ല, പ്രശ്നമാകും. നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് എടുത്ത് നോക്കാം. കിട്ടുന്നില്ല ഗൈസ്. ഇത് മെസ്സിൻ്റെ അടുക്കള, അതൊന്നുമല്ല, അപ്പുറത്തുണ്ട്. അവിടെ പോയാൽ നല്ല വഴക്ക് കിട്ടും, കാരണം ആർമീൻ്റെ ഇതല്ലേ, അവർ വീട്ടിൽ എടുക്കാൻ വിടത്തില്ല. അവിടെയാണ് മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ ആധാറും നമ്മുടെ ബോഡിയും ചെക്ക് ചെയ്തിട്ടേ അവർ അകത്തോട്ട് വിടും. ബാഗ് ചെക്ക് ചെയ്യും, ബോഡി, പിന്നെ അവിടെ ആധാർ എവിഡൻസൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അകത്ത് പോകുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറാം.